കഴിഞ്ഞ 8-9 മാസം ഒരു ജോലി ഇല്ലേലും തമ്പുരാൻ പട്ടിണിക്കിടാത്തത് എന്താണെന്നറിയാമോ? ഈ വചനം ഇതിൽ കിടക്കുന്നത് കൊണ്ടാണ്. ഒരു ശുശ്രൂഷയ്ക്കും പോയില്ലല്ലോ ദൈവദാസ. എങ്ങനെ ജീവിച്ച്? തമ്പുരാൻ ജീവിച്ചത് കൊണ്ടാ ജീവിച്ചേ. എങ്ങനെ ജീവിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചു പോലും ചോദിച്ചില്ലല്ലോ. പ്രതീക്ഷിച്ച പല കരങ്ങളും നീട്ടാതിരുന്നപ്പോഴും കണ്ടില്ലേ ദൈവത്തിന്റെ കരം? അതല്ലേ ദൂത്. ജോലിയുള്ളവൻ ജോലി ചെയ്താൽ ശമ്പളം കിട്ടും. ജോലിയില്ലാത്തവൻ ആര് നടത്തും? കർത്താവ് നടത്തിയില്ലെങ്കിൽ പിന്നെ ആര് നടത്തും? നാളുകളിൽ ഞാൻ പിടിക്കപ്പെടും. നിങ്ങൾക്ക് തോന്നരുത് ശിഷ്യന്മാരെ, ഞാൻ നിങ്ങളെ ചതിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. അതാ പറഞ്ഞ, ഞാൻ ജീവിക്കുന്നു എന്നൊരു ബോധ്യം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നീ വളരാതെ, ഓ കർത്താവേ, ശുശ്രൂഷയുടെ ആരംഭഘട്ടങ്ങളിൽ നീ വളരാതെ വണ്ണ ഇനി ആര് നിന്റെ മേൽ കല്ല് വെച്ചാലും തമ്പുരാൻ ജീവിക്കുന്നതെന്നും നീ അതുകൊണ്ട് ജീവിക്കുന്നതെന്നും ഒരു ബോധ്യം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ ഇനി കല്ലല്ല അതിന്റെ മേൽ ആണി അഴിച്ചാലും കല്ല് തകർത്ത് നീ ജീവിച്ചിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, തമ്പുരാൻ പറഞ്ഞത്. ബാക്കി ശിഷ്യന്മാരെല്ലാം രക്തസാക്ഷിയായപ്പോ, യോഹന്നാനെ, നിന്നെ തിളച്ച എണ്ണയിലിട്ടാലും നീ ചാവാത്തതെന്താ? സരി പാസ്റ്ററെ, എണ്ണയിൽ കിടക്കുമ്പോഴും ഞാൻ കേട്ട ഒരു ശബ്ദമുണ്ട്, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കും. കൊല്ലാൻ വേണ്ടി തിളച്ച എണ്ണയിലിട്ടാലും എണ്ണയിൽ കിടന്നും ഈ ഡീറ്റെയിൽ ആയിട്ട് ഇത്ര പ്രാധാന്യത്തോട് യോഹന്നാൻ എഴുതിയ വാക്കുകൾ യോഹന്നാന്റെ ചെവിയിൽ വന്ന് ഇങ്ങനെ തറക്കുകയായിരിക്കും. യോഹന്നാനെ, ഞാൻ ജീവിക്കുന്ന നിനക്ക് വിശ്വസിച്ച നീ ജീവിക്കും, നീ അനാഥനല്ലെന്ന്. ഇതങ്ങോട്ട് അവന്റെ ഉള്ളിൽ കത്തിയ എണ്ണയ്ക്ക് അവനെ തൊടാൻ പറ്റത്തില്ല. പിന്നെ എങ്ങനെ അവനെ എണ്ണയിൽ മുക്കി കൊല്ലാൻ പറ്റും? കോവിഡല്ല, ഇനി അവന്റെ ജ്യേഷ്ഠം വന്നാലും ഈ വചനം നിന്റെ ഉള്ളിൽ കത്തിയ 2021 ദൈവസഭയിൽ ദൈവദാസന്മാർ പ്രവചനം പറയുന്നത് കേൾക്കാൻ നിൽക്കുന്ന നിന്നോടുള്ള ദൂത, ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ, യേശു ജീവിക്കുന്നത് കൊണ്ട് ഞങ്ങളും ജീവിക്കും. ഹല്ലേലൂയ. യേശുവേ. പത്മോസിൽ നീ കിടന്നാലും നീ ഒറ്റയ്ക്കാണോ? അല്ല, ഞാൻ അനാഥനല്ലെന്ന് പറഞ്ഞ ഒരു ശബ്ദം എന്റെ ചെവിയിലുണ്ട്. പത്മോസിലെ ഏകാന്തതയിൽ എല്ലാവരും മരിച്ചു വീണാലും എനിക്ക് മരിക്കാൻ പറ്റുന്നില്ല. കാരണം അന്ന് ഞാൻ എഴുതിയൊരു വാക്കുണ്ട്, അതെന്നെ ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടിരിക്കും. നിനക്ക് ലോണുണ്ടോ? ജപ്തിയുണ്ടോ? എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പ്രശ്നമാണോ? കോവിഡ് നിന്നെ മുക്കിക്കളയോ? എനിക്ക് പറയാൻ നിങ്ങളോടൊരു പ്രവചനമില്ല. പക്ഷെ തമ്പുരാൻ ഹൃദയത്തിന്റെ അകത്തുനിന്ന് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ജീവിച്ചിരിക്കും. കരങ്ങളടിച്ച് വിദൂതിനെ ഏറ്റെടുക്കാമോ? ഈ ഒരു ധൈര്യത്തോടുകൂടി 2020 നിന്ന് നീ 2021 കാലുവെച്ചാൽ ഒരു പ്രതിസന്ധികൾക്കും നിന്നെ മുക്കാൻ പറ്റത്തില്ല. യോഹന്നാനെ കൊല്ലാൻ രാജാക്കന്മാർ പല പണിയും നോക്കി. പക്ഷെ ഈ വചനം അവന്റെ ഉള്ളിൽ കത്തിയാൽ ചെയ്യുന്നതൊന്നും ഫലമാകാതെ പോകുന്നതിന്റെ കാരണം തമ്പുരാൻ പറഞ്ഞത് മത്തായി വിശ്വസിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. മത്തായി വിശ്വസിച്ചെങ്കിൽ അത് എഴുതി വച്ചേനെ. മത്തായിക്ക് അത് പ്രാധാന്യമായി തോന്നിയില്ല. മർക്കോസിന് അത് പ്രാധാന്യമായി തോന്നി കാണത്തില്ല. യോഹന്നാൻ അത് പ്രാധാന്യമായി ഇതിൽ എഴുതി വെച്ചെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുകയാ. നിന്നെ മുടിച്ചു കളയാൻ വന്നാലും ഈ വാക്കിന്റെ ശക്തി നിന്നെ ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കും.